ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പൊന്നുവിൻ്റെ 15ാമത്തെ ബർത്ത്ഡേയുടെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മളിതാ തലേ ദിവസം നമ്മൾ പൊന്നുവിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ ബർത്ത്ഡേയുടെ ഒരു ലെറ്റേഴ്സൊക്കെ വെച്ചിട്ടുള്ള സംഭവം, അതുപോലെ ബലൂണൊക്കെ വീർപ്പിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ പരിപാടി ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പൊന്നുവിൻ്റെ ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ്, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ പൊന്നിൻ്റെ ഡ്രസ്സിൻ്റെ കളറെന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ബലൂണാണ് മേടിച്ചിട്ടാ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെയായി. അപ്പോൾ ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറി, കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് കേക്ക് മേടിക്കാൻ വേണ്ടി പോകണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ പൊന്നു കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ബർത്ത്ഡേ ഗേൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മൊത്തത്തിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊന്നുവിനാണെങ്കിൽ 15 വയസ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനും അച്ഛയും കൂടിയിട്ടാണ് കേക്ക് മേടിക്കാൻ പോകുന്നത് കേട്ടോ. അച്ഛ എന്ന് പറയുന്നത് അമ്മയുടെ ചേട്ടനാണ്. നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ കുന്നംകുളത്തുള്ള അൽഡ്രീം എന്ന് പറയുന്ന ബേക്കറിയിൽ നിന്നാണ് കേക്ക് മേടിക്കാൻ വേണ്ടി പോയത്. നമ്മൾ ഓൾറെഡി അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചില്ലും കൂടി കാണാണ്ടോ കൈസ്, അവിടുത്തെ ചേട്ടൻ പാക്ക് ചെയ്യുന്നത് എനിക്ക് മര്യാദയ്ക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി കാണാണ്ട്, അപ്പോൾ അങ്ങനെ ജസ്റ്റ് എടുത്തതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കേക്കൊക്കെ മേടിച്ച് വീട്ടിലെത്തി. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റേ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും പൊന്നിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. പൊന്നു പിന്നെ ഓരോരുത്തരുടെ സ്റ്റാറ്റസ്, സ്റ്റോറി അതൊക്കെ കണ്ട് താങ്ക്സ് പറയാൻ കുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ എന്താ വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പൊന്നു ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് പൊന്നുവിൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കളർ വെച്ചിട്ടാണ് നമ്മൾ ബലൂണ് മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊന്നു മെല്ലെ ഒരുങ്ങി തുടങ്ങുകയാണ്. ഇനി ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങും. അപ്പോൾ പൊന്നുവിന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ബർത്ത്ഡേക്ക് ഇങ്ങനെ എല്ലാവരെയൊക്കെ വിളിച്ച് ആഘോഷിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും പൊന്നിൻ്റെ ഫ്രണ്ട്സിനെ, റിലേറ്റീവ്സിനൊക്കെ അങ്ങനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ പൊന്നിൻ്റെ ഫ്രണ്ടും അവളുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഇവരെന്നെ കാത്തിരിക്കുകയായിരുന്നു ഇത്ര നേരം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടുകാരി എന്ന് പറയുന്നത് പൊന്നും ഈ കുട്ടിയുടെ പേര് ശ്രേയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും 7ാം ക്ലാസ് വരെ ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നെ അവിടെ നിന്ന് സ്പ്ലിറ്റായിപ്പോയി, വേറെ സ്കൂളായിപ്പോയി. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഉണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു. മെല്ലെ ഓരോരുത്തർ വന്നു തുടങ്ങി. ഇത് പൊന്നുവിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ വരുന്നത് സർപ്രൈസായിട്ടായിരുന്നു കേട്ടോ. പൊന്നിനെ അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വന്നപ്പോൾ പൊന്നു ശരിക്കും ഞെട്ടിപ്പോയി. പൊന്നുവിനെ ഒട്ടും അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പൊന്നുവിനോട് ഫസ്റ്റ് വരുമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നിട്ട് ഇവർ പിന്നെയാണ് വിളിച്ചിട്ട് പറയണത് വരില്ല എന്നൊക്കെ. അങ്ങനെ സർപ്രൈസ് കൊടുത്തപ്പോൾ പൊന്നു ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. അങ്ങനെ ഓരോരുത്തരൊക്കെ വന്നിരുന്നു. നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. കേക്ക് നമ്മൾ മേടിച്ചു വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ട് കട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയിട്ട് 15 വയസ്സാണല്ലോ. അപ്പം നമ്മുടെ മെലഡിയുടെ മിഠായിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ഹാർട്ട് പോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചി അവളുടെ വയസ്സ് 15 എന്നുള്ളത് മിഠായി കൊണ്ട് സെറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും കേക്കിൻ്റെ മേലത്തെ എഴുത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിയാണ് ഇവിടെ. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി ഓരോരുത്തർക്ക് വായിൽ വെച്ചെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. കേക്ക് എല്ലാവർക്കും കൊടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഗിഫ്റ്റ് തുറന്നു നോക്കണ പരിപാടി കേട്ടോ. അപ്പോൾ പൊന്നിനാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഒരു ധൃതിയായിരുന്നു ഗിഫ്റ്റൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് അപ്പം തന്നെ തുറന്നു നോക്കിയേ പറ്റുള്ളൂ അവർക്ക്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വട്ടം വളഞ്ഞിരുന്ന് എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി ചുറ്റിനും ഇരുന്നു. അപ്പോൾ പൊന്നു ഭയങ്കര ധൃതിക്ക് ഓരോ ഗിഫ്റ്റുകൾ ഇങ്ങനെ തുറന്നു നോക്കുകയാണ്. അപ്പോൾ കുറേ എന്തായാലും അവൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം, കുറേ ഗിഫ്റ്റ് കിട്ടണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്.
ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ അവൾക്ക് എന്തായാലും നല്ലൊരു മെമ്മറി തന്നെയായിരിക്കും. അവൾക്ക് കുറേ ചോക്ലേറ്റ്സ്, പിന്നെ അവൾക്ക് മറ്റേ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, ബാഗ്, ചെരുപ്പ്, പിന്നെ കമ്മൽ, മാല, പൊട്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ, അവളുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള മറ്റേ പോൾ റൈഡ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി. ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഈ ഉടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ ആഗ്രഹിച്ച പോലത്തെ ഒരു സ്റ്റൈലിലാണ് ഈ ഡ്രസ്സ്. അവൾക്ക് ഫുൾ കൈ വെച്ചിട്ടുള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുപോലെ ചേച്ചി തയ്ച്ച് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓരോരുത്തരുടെ ഗിഫ്റ്റ്, പിന്നെ ഫ്രെയിം, അങ്ങനെയൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെ ഗിഫ്റ്റും പൊന്നു ഭയങ്കര ഹാപ്പിയോട് കൂടി തന്നെയാണ് പൊളിച്ചു നോക്കിയത്. കാരണം അവർക്ക് എല്ലാ ഗിഫ്റ്റും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളും ഓരോ ഗിഫ്റ്റിനെ തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഏതൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ളൊരു പരിപാടിയാണല്ലേ ഈ ബർത്ത്ഡേക്കും. അതുപോലെ ഇപ്പോൾ ഈ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതൊക്കെ ഇരുന്നിങ്ങനെ തുറന്ന് നോക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു വൈബ് തന്നെയാണല്ലേ. എനിക്ക് അങ്ങനത്തെ ഒക്കെ സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഗിഫ്റ്റും കൂടി ഉണ്ട്. അതിൻ്റെ ഇടയിൽ കറണ്ട് ഒന്ന് പോയി ഗൈസ്. അപ്പോൾ കറണ്ട് പോയ സമയത്താണ് ഈ വീഡിയോസ് എടുക്കുന്നത്. ഞങ്ങൾ ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കുന്ന സമയത്ത് കറണ്ടാണ് പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ ഗിഫ്റ്റുകളും ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ എന്തായാലും പൊന്നുവിന് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. പൊന്നുവിന് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് കാരണം പൊന്നു ആഗ്രഹിച്ച കളറിലും പൊന്നുവിന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മ ചെരുപ്പ് മേടിച്ചു കൊടുത്തു, വേറെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത്. പിന്നെ അവൾക്ക് കൂടുതലും യൂസ്ഫുള്ളായിട്ട് അവൾക്ക് അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ കൊടുത്തേക്കുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ ഈ ഡെക്കറേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഷോക്കേഴ്സിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ, കബോർഡിൽ വെക്കാനുള്ള സാധനങ്ങൾ കൊടുത്ത് അത് വെറുതെ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം അവൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും കൊടുത്തത്. പിന്നെ ലാസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കൊടുത്ത ഗിഫ്റ്റുകൾ നോക്കിയത്. അപ്പോൾ ഞാനൊരു വാച്ച് കൊടുത്തു. അവൾ കറൻ്റ്ലി എന്നോട് കുറേ ആഗ്രഹങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഞാൻ അവളറിയാണ്ട് എല്ലാം മേടിച്ച് സെറ്റാക്കിയത്. പിന്നെ ഞാൻ അവൾക്ക് ഇയർപോഡ് കൊടുത്തു. അവൾക്ക് അത് ഭയങ്കര വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണെങ്കിലും പക്ഷേ അവൾ ഈ ഒരു അടുത്തിടെയായിട്ട് എന്നോട് ഇങ്ങനെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എല്ലാം മേടിച്ചു കൊടുത്തേക്കുന്നത്. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ ഗിഫ്റ്റുകളൊക്കെ അവൾക്ക് മേടിച്ച് കൊടുക്കും എന്നുള്ളത്. അവൾ വേറെ എന്തൊക്കെയോ ആണെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക്, സൺസ്ക്രീൻ, അത് അങ്ങനെയൊക്കെ കൊടുത്തു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് കൊടുത്തു. അതുപോലെ അവൾ കൂടുതൽ ആഗ്രഹിച്ചൊരു വാട്ടർ ബോട്ടിൽ, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, അവളിങ്ങനെ എന്നോട് കുറേ വട്ടം ആഗ്രഹം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ആ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു കൊടുത്തു. അതിപ്പോൾ ട്രെൻഡിങ് ആയിരുന്ന ഒരു വാട്ടർ ബോട്ടിലായിരുന്നു. അവൾക്കത് വേണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എൻ്റെ ഗിഫ്റ്റ് കണ്ടിട്ട്. അവൾക്കത് ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഹാപ്പി. പിന്നെ നമ്മൾ ഉച്ചത്തെ ഫുഡ്, നമ്മൾ ബിരിയാണിയും ചിക്കൻ ബിരിയാണി, പിന്നെ സലാഡ്, അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നത്. അത് എനിക്ക് കിട്ടാൻ വൈകിപ്പോയി കേട്ടോ. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തൊരു സംഭവമായിരുന്നു, ഇൻസ്റ്റത്തെ ഒരു പേജിൽ നിന്ന്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ കിട്ടാൻ കുറച്ച് നേരം വൈകി. ബർത്ത്ഡേയുടെ അന്ന് തന്നെ കിട്ടുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തോ ദൈവഭാഗ്യത്തിന് എനിക്ക് കറക്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ബർത്ത്ഡേയുടെ അന്ന് തന്നെ സംഭവം കയ്യിൽ കിട്ടിയിട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴും പൊന്നു നല്ല ഹാപ്പിയായി. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും പോയിട്ടോ. നമ്മൾ വിളിച്ച ഫ്രണ്ട്സ്, പിന്നെ പൊന്നിൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാവരും വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും പോയി. അപ്പോൾ പിന്നെ ഞാൻ പൊന്നിനൊരു സംഭവം എഴുതിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊന്നിന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ എന്തായിരിക്കും പൊന്നിൻ്റെ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ലെറ്റർ പോലത്തെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഞാൻ നമ്മുടെ പൊന്നിന് വേണ്ടിയിട്ട് ചെറിയൊരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. ഒരു ബർത്ത്ഡേ കാർഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ലെറ്റർ പോലത്തെ സംഭവം, കുറച്ച് ഡയലോഗൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊന്നൂന് കൊണ്ട് കൊടുക്കാൻ പോവാണ്. ഇത് വായിക്കുമ്പോൾ എന്തായിരിക്കുമുള്ള റിയാക്ഷൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഇങ്ങനെ നല്ല ഡയലോഗൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് അമ്മേനെ കൊണ്ട് വായിപ്പിക്കാം, അമ്മോട് വായിച്ചു കൊടുക്കാൻ പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും അവളുടെ റിയാക്ഷൻ എന്ന് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ഒരു ചെറിയ തട്ടിക്കൂട്ടി ഒരു കത്തെന്നൊക്കെ പറയാം, അറിയില്ല എന്താ പറയുക ഇതിനെന്നൊക്കെ. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും പൊന്നു കൊണ്ടുകൊടുത്ത് നോക്കി നോക്കാം, എന്തായിരിക്കും ഇത് കേട്ടിട്ടുള്ള റിയാക്ഷൻ നോക്കാം. അമ്മ ഒന്ന് വായിച്ചു കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. നീ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദിവസം 2021 ജൂലൈ 25, എൻ്റെ രാജകുമാരി. ആ കുഞ്ഞു മുഖം ആദ്യമായി കണ്ട നിമിഷം എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളിൽ ഒന്നായിരുന്നു. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എൻ്റെ കുഞ്ഞു തുമ്പിക്ക് ഇന്ന് 15 വയസ്സിലേക്ക് എത്തി നിൽക്കുന്നു. കഴിഞ്ഞ 15 വർഷങ്ങൾ എനിക്ക് നിനക്കൊപ്പം ഒരുപാട് മനോഹരമായ ഓർമ്മകളാണ് സമ്മാനിച്ചത്. നീ ചിരിച്ച ഓരോ നിമിഷവും എൻ്റെ സങ്കടങ്ങൾ അകറ്റി.
15 വയസ്സ് എന്നത് ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു കാലഘട്ടമാണ്. നിന്റെ എല്ലാ നല്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും തളരാതെ മുന്നോട്ട് പോകണം. നിന്റെ സന്തോഷത്തിലും വിജയത്തിലും എന്നും നിന്റെ കൂടെ ഈ ചേച്ചി ഉണ്ടാവും. ഈ പിറന്നാൾ നിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളുടെ തുടക്കമാവട്ടെ. ആയുസ്സും ആരോഗ്യം സന്തോഷവും നിറഞ്ഞ നല്ലൊരു നാളെ നിനക്കുണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. നിന്റെ ചേച്ചിപ്പെണ്ണ്. അപ്പോൾ എല്ലാവരും പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ സാധനം കൊണ്ടുകൊടുത്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പൊന്നു ഇത്രയും ഇമോഷണൽ ആവുന്നു. പൊന്നു കരയൊക്കെ ചെയ്തു ഗൈസ്. എന്തായാലും പൊന്നു ഒരുപാട് ഹാപ്പിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പൊന്നു ഇന്ന് ബർത്ത്ഡേ ദിവസം നല്ല രീതിക്ക് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.